Hey guys, welcome to my YouTube channel The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സസിൻ്റെ സെഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ വർഷം പാരാമെഡിക്കൽ കോഴ്സസിന് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്ന കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് പലർക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. അവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാനൊരു പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചൊരു കുട്ടിയാണ്. ആ ഒരു നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്നത് മറ്റ് ഏതൊരു ഡിഗ്രി പ്രോഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം ആയിക്കോട്ടെ അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അറ്റൻഡൻസിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോഴ്സാണ് ഈ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കും പാരാമെഡിക്കലിന് മാത്രമാണെന്ന്. അല്ല, എഞ്ചിനീയറിങ്ങിന് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റേത് കോഴ്സസിനായാലും അങ്ങനെ തന്നെയാണ് പ്രൊഫഷണൽ കോഴ്സസിന്. ഓക്കെ, ബാക്കി ഡിഗ്രി സ്റ്റുഡൻസ് ഒക്കെ അവരുടെ കോളേജ് ഫെസ്റ്റ് അല്ലെങ്കിൽ മറ്റ് പരിപാടികളിലൊക്കെ എൻജോയ് ചെയ്ത് അവർ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിപാടിയും ഇല്ലാതെ നിങ്ങൾക്ക് അക്കാഡമിക്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡി ലൈഫായിരിക്കും കോളേജിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ കോഴ്സ് എടുക്കേണ്ടായിരുന്നു എന്ന് തോന്നിക്കാനോ ഒന്നും അല്ല. ജസ്റ്റ് റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനകത്തോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഇത് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തതാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്കുണ്ടാവും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സോ അറ്റൻഡൻസ് എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സസ് ഇപ്പോൾ ഡിപ്ലോമ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അറ്റൻഡൻസിൽ യാതൊരു വിധമായിട്ടുള്ള വിട്ടുവീഴ്ചയും ആരും ഏത് കോളേജസും ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡൻസ് വളരെ കുറവാണ്, 10 ദിവസത്തെ അറ്റൻഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ആ 10 ദിവസത്തെ അറ്റൻഡൻസ് പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമായിട്ട് വന്ന് അറ്റൻഡൻസിന് വേണ്ടി ക്ലാസ് ഇല്ലാത്ത ദിവസം ഹോളിഡേസിലൊക്കെ വരേണ്ട ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അറ്റൻഡൻസ് നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. ഇതാണ് അറ്റൻഡൻസിൻ്റെ കേസിൽ പറയാനായിട്ടുള്ളത്. ഡിപ്ലോമ പ്രോഗ്രാംസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷമായിരിക്കും എക്സാംസ് വരുന്നത്. അതേസമയം നിങ്ങൾ ഡിഗ്രി പ്രോഗ്രാംസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സെമിസ്റ്റർ വൈസ് ആണ്. ഇപ്പോൾ 6 മന്ത്സ് കൂടുമ്പോഴായിരിക്കും സെമിസ്റ്റർ എക്സാംസ് ഒക്കെ വരുന്നത്. അപ്പോൾ എക്സാമുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു സെമ്മ് എക്സാം എഴുതുന്നു, അത് കഴിഞ്ഞ് ഒരു റെസ്റ്റ് എടുക്കുമ്പോഴേക്കും സെഷണൽ എക്സാംസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ 6 മാസം പെട്ടെന്ന് പോയിട്ടായിരിക്കും സെക്കൻഡ് സെമ്മ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഡിപ്ലോമ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയർലി ആയിരിക്കും എക്സാം. ചില ഡിപ്ലോമ പ്രോഗ്രാംസിൽ 2 വർഷം കൂടെ ചേർത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇയർ ആയിരിക്കും എക്സാം എഴുതുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കണം. ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ 21 ചാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 21 ചാപ്റ്ററും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് ഈ ഒരു ഫൈനൽ എക്സാം എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതൽ എത്ര തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് എക്സാംസിൻ്റെ ടൈമിൽ നിങ്ങൾ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മുതലേ നമ്മൾ ഒരു പാരാമെഡിക്കൽ കോഴ്സിനാണ് പോകുന്നത്. അപ്പോൾ നല്ല രീതിക്ക് അങ്ങ് പഠിക്കാം തുടക്കം മുതലേ എന്ന് വിചാരിച്ച് നിങ്ങൾ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ഉറക്കമൊഴിച്ച് നല്ല രീതിക്കൊന്നും പഠിക്കരുത്. കാരണം ഫസ്റ്റ് മുതലേ നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പകുതി എത്തുമ്പോഴേക്കും നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആവും. പിന്നെ സെഷണൽ എക്സാംസ്, മോഡൽ എക്സാംസ്, ക്ലാസ് ടെസ്റ്റ്, ലാബ് എക്സാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ആവറേജിൽ തുടക്കം മുതലേ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ആവുമ്പോൾ സ്റ്റഡി ലീവ്സിനും കാര്യങ്ങൾക്കൊക്കെ നന്നായിരുന്നു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി പറയാനുള്ളത് നിങ്ങളുടെ കോഴ്സസിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഈ കോഴ്സ് ഇപ്പോൾ ഏതുതന്നെയാണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബയോളജി, കെമിസ്ട്രി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, ആ സയൻസ് സബ്ജക്ട്സ് ഒക്കെ പല കോഴ്സസിനുണ്ട്. ഇപ്പോൾ റേഡിയോളജി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12th നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഫിസിക്സ് ആയിരിക്കില്ല അവിടെ വരുമ്പോൾ കാണുന്നത്. അത് കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ട് നിങ്ങളുടെ കോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫിസിക്സ് ആയിരിക്കും കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ മെഡിക്കൽ ഫാർമസി ആണെന്നുണ്ടെങ്കിൽ ഫാർമസിയിൽ കുറച്ചും കൂടെ ഓർഗാനിക് കെമിസ്ട്രി അങ്ങനത്തെ കുറച്ച് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഓർഗാനിക് രീതിയിലുള്ള ആ ഒരു കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. MLT ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ബ്ലഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസീസ് നോർമൽ റേഞ്ചസ് അല്ലെങ്കിൽ ഡിസീസ് ഹെമറ്റോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള നോർമൽ റേഞ്ചസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഒപ്റ്റോമെട്രി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആംഗിൾ റിലേറ്റഡ് ആയിട്ട് കുറച്ച് അവിടെ ഫിസിക്സ് കുറച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ അനാറ്റമി കുറച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ്, ബോഡിയുടെ മറ്റ്
കാര്യങ്ങളായിക്കോട്ടെ, ബയോളജിക്കലി ഒരുപാട് കാര്യങ്ങൾ അവിടെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിൽ കോറായിട്ട് ഇപ്പോൾ എന്താ, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് മാത്രം, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി മാത്രം, അങ്ങനെ ആയിരിക്കും. പക്ഷേ എല്ലാ പാരാമെഡിക്കൽ സ്റ്റുഡൻസും അറിയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഏതാണോ ആ സബ്ജക്ട്സ് എന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പലരും എൻ്റെ ഫ്രണ്ട് എടുത്തുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോഴ്സ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സും നമുക്ക് പറ്റിയതാവണമെന്നില്ല, ആ സബ്ജക്ട്സ് നമുക്ക് മനസ്സിലാവുന്ന സബ്ജക്ട്സ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കോഴ്സിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് കോറായിട്ട് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് മനസ്സിലാവേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാം പറ്റില്ല, എല്ലാവർക്കും ഒരു ഡ്രസ്സ് ഫിറ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് കോഴ്സും. എല്ലാവർക്കും എല്ലാ സംഭവങ്ങളും പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് നോർമൽ റേഞ്ച് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ബാക്കി എന്തും പഠിച്ചെടുക്കാം എന്നുള്ളൊരു ടെൻഡൻസി ഉള്ളവരായിരിക്കും. ചിലവർക്ക് ഒന്നും പറ്റില്ല, പക്ഷെ നോർമൽ റേഞ്ചസ് ഒക്കെ എപ്പോൾ പഠിച്ചതാണെങ്കിലും നല്ല മനസ്സിലാവുന്ന ആളുകളായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ കോഴ്സ് എന്താണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് പറ്റുന്നത് എന്താണോ അത് പഠിക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. കഷ്ടപ്പെട്ട് നമ്മൾ ബുദ്ധിമുട്ടി പഠിക്കുന്നതിനേക്കാളും നമുക്ക് എന്ത് പറ്റും എന്നുള്ളത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കാണെങ്കിലും നമുക്ക് പഠിപ്പിച്ച് തരുന്നവർക്കാണെങ്കിലും കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അല്ല 90% പാരാമെഡിക്കൽ കോഴ്സസിനും ലാബ്, പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. ബ്ലഡ് കാണുമ്പോൾ തന്നെ തലകറങ്ങി വീഴുന്ന ഒരാൾക്ക് ഒരിക്കലും ഹ്യൂമൻ അനാറ്റമി ലാബിൽ കയറാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലഡിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ആയിക്കോട്ടെ. ഇപ്പോൾ നേഴ്സിങ്ങിലാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹ്യൂമൻ ബോഡിയുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീപ്പായിട്ട് പോയിട്ട് ചെയ്യേണ്ടി വരുന്നത്. അതല്ലാതെ ബാക്കി കോഴ്സസിനൊന്നും അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ ബയോളജിക്കലായിട്ടുള്ളൊരു രീതിയിലൊന്നും പോകേണ്ടി വരില്ല. പക്ഷേ അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്ഷൻ എടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സ്കില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറപ്പും മടിയും ഒക്കെ മാറ്റിവെച്ച് പേടിയൊക്കെ മാറ്റിവെക്കുക. ചിലർക്കൊക്കെ പ്രിക്ക് ചെയ്യാനൊക്കെ നല്ല പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും പാടില്ല. എന്താണെങ്കിലും പാരാമെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അറപ്പോ വെറുപ്പോ ഒന്നും പാടില്ല. ഇപ്പോൾ ഏതൊരു ഫീൽഡാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡോക്ടേഴ്സും അല്ലെങ്കിൽ നേഴ്സസും ഒക്കെ ചെയ്യുന്നത്ര ബുദ്ധിമുട്ട് നമുക്കില്ലല്ലോ, നമുക്ക് കുറച്ചും കൂടെ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 പേജ് നിങ്ങൾക്ക് 1 മണിക്കൂറിൽ പഠിച്ച് കാണാപ്പാഠമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ലാബിൽ നന്നായി പെർഫോം ചെയ്യണമെന്നില്ല. അതേസമയം ഒന്നും പഠിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ലാബിൽ വളരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലാബ് നോളേജ് എന്ന് പറയുന്നതും തിയറി നോളേജ് എന്ന് പറയുന്നതും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ നോളേജ് എല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ മാർക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50% മാർക്സ് നമ്മൾ സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓരോ സബ്ജക്ട്സിലും 50% മാർക്സ് സ്കോർ ചെയ്യേണ്ടതുണ്ട്. ഡിപ്ലോമ ഇൻ ഫാർമസിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇയർ ബാക്ക് ഉണ്ടാവും. അതായത് 2 സബ്ജക്ട്സിൽ കൂടുതൽ നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു വർഷം കൂടെ ഫസ്റ്റ് ഇയർ പഠിച്ചെഴുതി എക്സാംസ് ക്ലിയർ ചെയ്താൽ മാത്രമേ പിന്നെ സെക്കൻഡ് ഇയറിൽ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ സപ്ലൈ എഴുതുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം, പഠിച്ചുകൊണ്ട് തന്നെ സപ്ലൈ എഴുതുന്ന ഒരു സിസ്റ്റം ഇല്ല. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല പ്രൊഫഷണൽ ഡിഗ്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിപ്ലോമ ആയിക്കോട്ടെ, ഇപ്പോൾ വരുന്നൊരു പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് എക്സിറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാമൊക്കെ ഇപ്പോൾ DPharmനൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് എക്സാം പോലുള്ള എക്സാംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു എക്സാമാണ്. യൂണിവേഴ്സിറ്റി എക്സാം അല്ലാതെ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി എക്സാമും കൂടെ പാസ്സായി കഴിഞ്ഞിട്ട് 2 വർഷം നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ സംഭവങ്ങൾ മുഴുവനായിട്ട് ഒരു MCQ ലെവലിൽ നമ്മളൊരു എക്സാം എഴുതിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും, വളരെ സിമ്പിളാണ്. നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പഠിക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. മറ്റുള്ള ആർട്സ് ഡിഗ്രി അല്ലെങ്കിൽ മറ്റുള്ള ഡിഗ്രി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ ഭാവിയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ലൈഫുമായിട്ടാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ്സുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോറായിട്ട് ഇപ്പോൾ നിങ്ങളൊരു MLT പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ MLT എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണോ നിങ്ങൾ പ്രാക്ടിക്കൽ ഇപ്പോൾ ഒരു ജോബിൽ ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ പഠിക്കുന്ന ഒരു പീരിയഡിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ പഠിക്കുന്നതെന്നുള്ള രീതിയല്ല, മറിച്ച് നമ്മൾ ഡീൽ ചെയ്യുന്നത് ജീവന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ള ഡിഗ്രി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി
റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ബ്രീഫായിട്ട്. ആൻഡ് ഇനി ക്ലാസ്സിൽ പോയിട്ട് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു പാരാമെഡിക്കൽ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.